നിന്നെ ഒഴിവാക്കാൻ അവന് കഴിയത്തില്ല. വിഷയങ്ങളിൽ ഒരല്പം ഡിലേ ആയി പ്രാർത്ഥിച്ചിട്ട് മറുപടിക്ക് അല്പം വൈകി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ നിന്നെ ഒഴിവാക്കി എന്നല്ല, ദൈവം നിന്നെ ഒഴിവാക്കി എന്നല്ല അതിന്റെ കാര്യം. നിന്റെ വിശ്വാസം ഒന്നുകൂടെ പുറത്തു കൊണ്ടുവരാൻ, നിന്റെ വിശ്വാസം ഒന്നുകൂടെ ദൃഢമാക്കാൻ, നിന്റെ വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിക്കപ്പെടാൻ ചില നിമിഷങ്ങൾ പ്രാർത്ഥനയുടെ മറുപടി വൈകിയിരിക്കാം. പക്ഷേ നിന്നോട് കരുണ തോന്നിയിരിക്കും, നീ അത്ഭുതം കണ്ടിരിക്കും. എല്ലാ പ്രതീക്ഷകളും അറ്റുപോയ ദിവസങ്ങൾ, ഒത്തിരി ദിവസങ്ങൾ അവൾക്കുണ്ടായിരുന്നു. കഠിന ഭൂത ഉപദ്രവം നിമിത്തം ഭാരപ്പെട്ട അവളുടെ മകൾ വീട്ടിലും നാട്ടിലും ഒരു രോഗിയായി, ഒരു പ്രശ്നക്കാരിയായി നിൽക്കുകയാണ്. സ്തോത്രം ചെയ്ത കർത്താവിന്. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വന്ന് റിക്വസ്റ്റ് ചെയ്യാൻ, അപേക്ഷിക്കാൻ ഒരു മനസ്സ് കാണിച്ചതുകൊണ്ട് ഹല്ലേലൂയ, അവളെ ദൈവം വിടുതലിന്റെ അനുഭവം കാണിപ്പിച്ചു. പക്ഷേ യേശു ആദ്യം സംസാരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ, ഒരു പക്ഷേ അവളെ ഒഴിവാക്കുവാണോ കർത്താവ് എന്ന് ചോദിച്ചു പോകും. എന്നാൽ അങ്ങനല്ല. ആ ഭാഗം ഒന്നുകൂടെ വായിപ്പിച്ച് നിങ്ങളെ കൊണ്ട് ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് പറഞ്ഞ്, എനിക്കിത് മുഴുവനും ശുശ്രൂഷിക്കുവാനുള്ള സമയം എൻ്റെ മുൻപിൽ ഇല്ല. എങ്കിലും ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. 23-ാം വാക്യം പറയുന്നു, അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ഒരു വാക്കും യേശു ഉത്തരം പറഞ്ഞില്ല ആരംഭത്തിങ്കിൽ. എന്തുകൊണ്ട്? അത് നിങ്ങൾ ചിന്തിക്കണം. ശ്രദ്ധിച്ചാട്ടെ. അടുത്തത് 23-ാം വാക്യം ഒന്ന് വായിച്ച്. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കെ വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു. അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ. അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അടുത്തത്, അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് യേശു പറയാണ്. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കനാന്യ സ്ത്രീയുടെ കേസ് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നല്ല കർത്താവ് പറയുന്നത്. പക്ഷെ പ്രാരംഭത്തിൽ അത് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിച്ചു. ഇവള് കനാന്യ സ്ത്രീയാണ്, ഇസ്രായേൽ ഗൃഹത്തിൽപ്പെട്ടവളുമല്ല, പുറജാതിക്കാരിയാണ്, പുറത്തുള്ളവളാണ്. ഇവൾ വന്ന് യേശുവിന്റെ അടുക്കൽ ചോദിക്കുകയാണ്. അപ്പൊ യേശു പറയുകയാണ്, കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് വന്നത്. അത് ഇസ്രായേൽ ഗൃഹത്തിലേക്ക് ഞാൻ വന്നത്. പ്രത്യുത ദൈവമക്കൾ അബ്രഹാമിന്റെ വംശ പരമ്പരയിലേക്കാണ് ഞാൻ അവരെ രക്ഷിക്കാനാ വന്നത്. എന്നിട്ട് അടുത്ത വാക്യം, അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് ശരിയല്ല എന്ന് കർത്താവ് പറയുകയാണ്. അവിടെ അവൾ കൊടുക്കുന്ന ഒരു മറുപടി നോക്കണം. അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ട്. അവളുടെ വിശ്വാസം നിങ്ങൾ നോക്കണം. കർത്താവ് അവളുടെ അകത്തുള്ള വിശ്വാസം പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്, അല്ലാതെ അവളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയല്ല. കാരണം അവൻ കരുണയുള്ളവനാണ്. മനസ്സിലായവർക്കായി സ്തോത്രം. ഇവൾ എങ്ങനെയെങ്കിലും ഒഴിവായി പോകുമോ, അതോ ഇവളുടെ വിശ്വാസം അത്രത്തോളം ദൃഢമാണോ? ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരൊറ്റ ദൂതും കൂടെ കൈമാറി നിർത്താൻ പോകുകയാണ്. കുഞ്ഞെ, നിന്റെ അകത്ത് സ്തോത്രം ദൈവം നിന്റെ വിഷയങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള തോന്നൽ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നിന്നെ ഒഴിവാക്കുകയല്ല, നിന്റെ വിശ്വാസം ഒന്നുകൂടെ പുറത്തെടുക്കുകയാണ്. നിന്റെ വിഷയത്തിനകത്ത് നിന്നെ ഒഴിവാക്കി എന്നുള്ള തോന്നൽ, നിന്റെ വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കുന്നില്ലെന്നുള്ള തോന്നൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഓർത്ത്, നിന്നെ ഒഴിവാക്കുന്നവനല്ലവൻ, അവൻ മനസ്സലിവുള്ളവനാണ്. കനാന്യ സ്ത്രീയുടെ വിശ്വാസം പുറത്തെടുത്തതുപോലെ അവൻ നിന്റെ ജീവിതത്തിൽ വിശ്വാസം ഒന്നുകൂടെ പുറത്തെടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഭാരപ്പെട്ടേക്കരുത്. അവൻ എനിക്കായി പ്രവർത്തിക്കുന്നവനാണ്, അവൻ എന്നോട് മനസ്സലിവുള്ളവനാണ്, എന്റെ വിഷയങ്ങളിൽ അവൻ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ്. നിന്നെ ഒഴിവാക്കാൻ അവന് കഴിയത്തില്ല.
വിഷയങ്ങളിൽ ഒരല്പം ഡിലേ ആയി പ്രാർത്ഥിച്ചിട്ട് മറുപടിക്ക് അല്പം വൈകി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ നിന്നെ ഒഴിവാക്കി എന്നല്ല, ദൈവം നിന്നെ ഒഴിവാക്കി എന്നല്ല നിന്റെ കാര്യം. നിന്റെ വിശ്വാസം ഒന്നുകൂടെ പുറത്തു കൊണ്ടുവരാൻ, നിന്റെ വിശ്വാസം ഒന്നുകൂടെ ദൃഢമാക്കാൻ, നിന്റെ വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിക്കപ്പെടാൻ ചില നിമിഷങ്ങൾ പ്രാർത്ഥനയുടെ മറുപടി വൈകിയിരിക്കാം. പക്ഷേ നിന്നോട് കരുണ തോന്നിയിരിക്കും, നീ അത്ഭുതം കണ്ടിരിക്കും.